Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ സേഡ്സ്. സേഡുകളിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ നടക്കുന്നത്, ഡിവിഷൻ എന്ന ഓപ്പറേഷൻ നടക്കുന്നത് എന്നാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡീഷനെ കുറിച്ചും സബ്ട്രാക്ഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അല്ലേ. അഡീഷൻ എങ്ങനെയാണ്, സബ്ട്രാക്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വെരി സിമ്പിളാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം, ടു സേഡ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. ഇതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്തും ഡിവിഷൻ്റെ സമയത്തും നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അഡീഷനും സബ്ട്രാക്ഷനും എവിടെയേ നടക്കുള്ളൂ? ഇൻ ലൈക്ക് സേഡ്സ് അല്ലേ. ലൈക്ക് സേഡുകളിൽ മാത്രമേ അഡീഷനും സബ്ട്രാക്ഷനും നടക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നടക്കുന്നത് ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഓർഡർ തുല്യമല്ലെങ്കിലോ തുല്യമാക്കേണ്ടി വരും, എന്നിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ നടത്താൻ കഴിയുള്ളൂ. നമുക്കിതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഒന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും. ഒന്നാമത്തെ എക്സാമ്പിൾ, സ്ക്വയർ റൂട്ട് ഓഫ് 3 മൾട്ടിപ്ലൈഡ് വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 3ഉം സ്ക്വയർ റൂട്ട് ഓഫ് 2ഉം ഗുണിച്ചാൽ എന്താ കിട്ടും? ഇവിടെ ഓർഡർ തുല്യമാണ്. കാരണം ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, സേഡിൻ്റെ ഓർഡർ ഇവിടെ കുഞ്ഞ് 2 ഉണ്ട് അല്ലേ. 2 ആകുമ്പോൾ നമ്മൾ എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർഡർ തുല്യമാണ്. അപ്പോൾ ഈ സേഡ്സിൻ്റെ ഓർഡർ തുല്യമായതുകൊണ്ട് നമുക്ക് നേരെ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ കഴിയും. എങ്ങനെ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാം? നേരെ നമുക്ക് നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് എ ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് എ ബി. അങ്ങനെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഏതൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടി? സ്ക്വയർ റൂട്ട് ഓഫ് എ ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് എ ബി. അപ്പോൾ അതേ പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിച്ചത് എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് 3 ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് 2 സമം സ്ക്വയർ റൂട്ട് ഓഫ് 3 ഗുണിക്കണം 2 അല്ലേ. ആൻസർ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 6. ഇതിൻ്റെ ആൻസർ റെഡിയായി. സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്നാണ് അതിൻ്റെ ആൻസർ. എന്നാൽ മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ തുല്യമായപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതിന് ഉദാഹരണമായി. ഇനി ഡിവിഷൻ്റെ ഉദാഹരണം ഏതാണ്? രണ്ടാമത്തെ ഉദാഹരണം നോക്കി നിങ്ങൾ. സ്ക്വയർ റൂട്ട് ഓഫ് 12 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇവിടെയും ഓർഡർ തുല്യമാണ്. ഇവിടെയും 2ആണ് ഇവിടെയും 2ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹരിക്കാൻ പറ്റും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ചത്? സ്ക്വയർ റൂട്ട് ഓഫ് എ ഹരിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി അല്ലേ. ഇങ്ങനെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നതുപോലെ ഇത് നേരെ ഹരിച്ചാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 12നെ സ്ക്വയർ റൂട്ട് ഓഫ് 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 12/2 അല്ലേ. ഇതേപോലെ നമ്മൾ ചെയ്യുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 12/2. ഇതിൻ്റെ ആൻസർ എന്താ വരിക? 12 2 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? 6. അപ്പോൾ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 6. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സോ സിമ്പിളാണ്. എന്ത് കണ്ടീഷൻ? ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. അവിടെയുള്ള ഓർഡർ എന്താവണം? തുല്യമാവണം. ഇനി തുല്യമല്ലെങ്കിൽ നമ്മൾ തുല്യമാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ തേർഡ് എക്സാമ്പിൾ നോക്കിക്കോളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 3 മൾട്ടിപ്ലൈഡ് വിത്ത് ക്യൂബ് റൂട്ട് ഓഫ് 2. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഓർഡർ വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഓർഡർ 2 ആണല്ലേ, അതുകൊണ്ട് എഴുതാത്തത്. ഇവിടെ 3 ആണ്. അപ്പോൾ ഓർഡർ വ്യത്യസ്തമായാൽ നമുക്ക് അങ്ങനെ നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓർഡർ തുല്യമാക്കണം. എങ്ങനെ നമ്മൾ ഓർഡർ തുല്യമാക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമ്മൾ ഓർഡറിനെ തുല്യമാക്കൽ? Order of a surd can be changed by multiplying or dividing the index of the surd and index of the radicand by the same positive number. സേഡിൻ്റെ ഇൻഡെക്സിനെയും റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെയും ഒരേ പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ നമുക്ക് സേഡിൻ്റെ ഓർഡർ മാറ്റാൻ കഴിയും. അതായത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓർഡർ 2 ആണ്, ഇവിടെ ഓർഡർ 3 ആണ്. അപ്പോൾ നമുക്കിതിനെ മാറ്റണം. എങ്ങോട്ടാണ് മാറ്റേണ്ടത്? 2ൻ്റെയും ഇൻഡെക്സ്, 2 ഇൻഡെക്സിൻ്റെയും സേഡ് തുല്യമാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുല്യമാക്കുക? ഒന്നുകിൽ ആ സേഡിൻ്റെ ഇൻഡെക്സിനെയും റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ സേഡിൻ്റെ ഇൻഡെക്സിനെയും റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക.
അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ സേഡുകളുടെ ഇൻഡെക്സിൻ്റെ LCM കാണുന്നു. ഇവിടുത്തെ ഇൻഡെക്സ് എത്ര? 2 ആണ്. ഇവിടുത്തെ ഇൻഡെക്സ് 3 ആണ്. 2ൻ്റെയും 3ൻ്റെയും LCM കാണണം അല്ലേ? LCM ഓഫ് 2 and 3. 2ൻ്റെയും 3ൻ്റെയും LCM എത്രയായിരുന്നു? 2ൻ്റെയും 3ൻ്റെയും LCM 6 ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 2 3 2 പോകില്ലേ? പോകും. 1 3 3 1 1 2 × 3 6 ആണ്. അപ്പോൾ LCM നമ്മൾ കണ്ടെത്തി. LCM എത്ര? 6 എന്ന് കണ്ടെത്തി. അപ്പോൾ നമുക്ക് ഈ 2നെ 6 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? ഇവിടെ 2 ആണല്ലോ. ഈ 2നെ 6 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ സേഡിൻ്റെ ഇൻഡെക്സിനെ 3 കൊണ്ട് ഗുണിച്ചാൽ റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെ 3 കൊണ്ട് ഗുണിക്കണം. റാഡിക്കൻ്റ് നമ്മുടെ 3 ആണ്. ആ 3ൻ്റെ ഇൻഡെക്സ് എത്ര? 1 ആണ്. അവൻ്റെ എഴുതാത്തത്. അതിനെയും നമുക്ക് എന്താക്കണം? 3 കൊണ്ട് ഗുണിക്കണം. സേഡിൻ്റെ ഇൻഡെക്സിനെ 3 കൊണ്ട് ഗുണിച്ചാൽ റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെ 3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഖ്യ എത്രയായി? 2 × 3 6. 6th root of 3⁻³ അല്ലേ? എത്രയായി? 27 എന്നായി. ഇൻറ്റു ഇനി ഇവിടെ ഇത് 3 ആണ്. ഈ 3നെ 6 ഒക്കെ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിന് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 × 2. അപ്പോൾ എത്രയായി? 6th root of 2⁻². ഓക്കെ അല്ലേ? ഇപ്പോൾ അതൊന്നുകൂടി നമുക്ക് മാറ്റി എഴുതാം. 6th root of 27 multiplied with 6th root of 4. ഇപ്പോൾ രണ്ടിൻ്റെയും ഓർഡർ തുല്യമല്ലേ? ഇവിടെയും 6 ആണ്, ഇവിടെ 6 ആണ്. ഇത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ആദ്യം പറഞ്ഞിരുന്നു √A ഗുണിക്കണം √B സമം √AB. അതേ ലോ ഉപയോഗിച്ച് നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മൾ ചെയ്യാം? അപ്പോൾ ഇതിൻ്റെ ആൻസർ സമം 6th root of 27 × 4 അല്ലേ? 27 × 4. അപ്പോൾ 27നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ആൻസർ കിട്ടുക? അതിൻ്റെ 6th root എത്രയാണ്? 27നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 108 എന്ന് ആൻസർ കിട്ടും. സമം 6th root of 108. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ചെയ്ത്. നിങ്ങൾ കണ്ടോ? ഓർഡർ വ്യത്യസ്തമായിരുന്നു. നമ്മൾ ഓർഡർ തുല്യമാക്കാൻ വേണ്ടി സേഡിൻ്റെ ഇൻഡെക്സിനെയും റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഇങ്ങനെ അല്ലെങ്കിൽ ഹരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? 5 × 5 times cube root of 16 multiplied with 11 × cube root of 40. ഇത് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക എന്നാണ് നോക്കുന്നത്. ഒരു സിമ്പിൾ. ഇവിടെ കോയിഫിഷ്യൻ്റ് ഉണ്ടല്ലേ? 5 11 എന്ന കോയിഫിഷ്യൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം ഈ രീതിയിൽ നമുക്കിത് മാറ്റി ചെയ്ത് ഇവിടെ ഓർഡറൊക്കെ തുല്യമാണല്ലേ? ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ ഓർഡറിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കാനില്ല. അപ്പോൾ നമുക്കിത് എന്താവണം? മൾട്ടിപ്പിൾ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാണ്ടെങ്കിൽ ചെറുതാക്കാനാണെങ്കിൽ ചെറുതാക്കുക ചെയ്യുക. അതൊക്കെ നമ്മളെ പണി. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? 5 ഗുണിക്കണം 11 കോയിഫിഷ്യൻ്റ് തമ്മിൽ ഗുണിക്കണം അല്ലേ? 5ഉം 11ഉം ഈ 5ഉം 11ഉം ഗുണിക്കണം. ഇൻറ്റു ഇതും ഗുണിക്കുക. എങ്ങനെയാവും? ക്യൂബ് റൂട്ട് ഓഫ് 16 ഗുണിക്കണം ക്യൂബ് റൂട്ട് ഓഫ് 40 സമം 5 × 11 55 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 16 എന്നുള്ളത്. നമുക്ക് ആ 16ന് ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നോക്കിയാൽ എന്താ സംഭവിക്കുക നോക്കുക. 16 എന്ന് പറഞ്ഞാൽ എത്ര? 16 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 അല്ലേ? 2 × 2 4 4 × 2 8 8 2 16. ഓക്കെ. ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 40. ആ 40 നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നോക്കിയാൽ 40 നമ്മൾ എന്താവുക? ചെറുതാക്കി നോക്കിയാൽ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നോക്കിയാൽ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 2 × 2 4 4 × 2 8 8 × 5 40. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ ഇത് നമുക്ക് പുറത്തേക്ക് ഇടാൻ കുറച്ച് ആൾക്കാരെ കിട്ടും അല്ലേ? 3 ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് 3 പകരം ഒരാളെ പുറത്തേക്ക് ഇടുക. ഇവിടെയും ക്യൂബ് ആയതുകൊണ്ട് 3 പകരം ഒരാളെ പുറത്തേക്ക് ഇടുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. 55 ഇൻറ്റു ഇവിടെ 3 2 ഉണ്ട് അല്ലേ? 4 ഉണ്ട്. പക്ഷേ ക്യൂബ് ആയതുകൊണ്ട് 3 പകരം ഒരാളെ പുറത്തേക്ക് ഇട്ടാൽ 2 പുറത്തേക്ക് വരും. ബാക്കി ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് മാത്രമേ ഉള്ളിലുണ്ടാവുള്ളൂ. ഇൻറ്റു ഇതിൽ 3 തകണു. ഈ 3 പകരം ഒരാളെ പുറത്തേക്ക് ഇട്ടാൽ 2. ബാക്കി ആരുണ്ടാവുക? ക്യൂബ് റൂട്ട് ഓഫ് 5. ഇനി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ കോയിഫിഷ്യൻറ്റുകളെ ഒപ്പം കൊണ്ടുവരണം അല്ലേ? കോയിഫിഷ്യൻറ്റ് വീണ്ടും ഇവിടെ 2 2 ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 55 ഗുണിക്കണം 2 ഗുണിക്കണം 2 ചെയ്താൽ 55 ഗുണിക്കണം 2 ഗുണിക്കണം
2 ഗുണിക്കണം ബാക്കി ഞാൻ ഉള്ളത് ക്യൂബ് റൂട്ട് ഓഫ് 2 ഗുണിക്കണം ക്യൂബ് റൂട്ട് ഓഫ് 5. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 55 ഇൻറ്റു 2 110, 110 ഇൻറ്റു 2 220, 220 ഗുണിക്കണം ക്യൂബ് റൂട്ട് ഓഫ് 2 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 5. വെരി സിമ്പിൾ. എങ്ങനെ ആൻസർ വരിക? 220 ഗുണിക്കണം ക്യൂബ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 5. ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് ഗുണിക്കൽ എങ്ങനെ സൈഡുകൾ തമ്മിൽ ഗുണിക്കൽ നമ്മൾ പറഞ്ഞു നേരിട്ട് ഗുണിച്ചാൽ മതി ഓർഡർ തുല്യമായതുകൊണ്ട്. അപ്പോൾ ആൻസർ എന്ത് വരും? 220 ക്യൂബ് റൂട്ട് ഓഫ് 10. അപ്പോൾ വെരി സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ ആൻസർ 220 ക്യൂബ് റൂട്ട് ഓഫ് 10. അപ്പോൾ ഈ രീതിയിലാണ് സൈഡുകളുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷനൊക്കെ നമ്മൾ നടത്തുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഡിവിഷൻ്റെ ക്വസ്റ്റ്യനാണ്. 15 ക്യൂബ് റൂട്ട് ഓഫ് 13 ഡിവൈഡഡ് ബൈ 6 റൂട്ട് ഓഫ് 5. ഇത് നമ്മൾ എങ്ങനെയാണ് ഡിവിഷൻ നടത്തുക? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോയിഫിഷ്യൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഹരിക്കുക എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ ആദ്യം ഹരിക്കണം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ ഗുണിച്ചിരുന്നു. എന്നതുപോലെ കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ ഹരിക്കാനാകുമ്പോൾ കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ ഹരിക്കുന്നു. അപ്പോൾ എന്താവും? 15 ഹരിക്കണം 6 അല്ലേ? 15 ഹരിക്കണം 6 എന്ന് എഴുതി. ഇനി ബാക്കിയുള്ളത് ആരാ? 15 ഹരിക്കണം 6 എന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ആരാ? ഇവിടെ ഇൻറ്റു ആണ് വരുന്നത് അല്ലേ? ഇത് ഇൻറ്റു ആണ്. അപ്പോൾ 15/6 കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ ഹരിച്ചു. ഇനി ആരൊക്കെ തമ്മിൽ ഹരിക്കണം? അടുത്തത് ഇറാഷണൽ ഫാക്ടറുകളായ ക്യൂബ് റൂട്ട് ഓഫ് 13 എന്നതും 6 റൂട്ട് ഓഫ് 5 അത് രണ്ടും ഹരിക്കണം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്താൽ ക്യൂബ് റൂട്ട് ഓഫ് 13/6 റൂട്ട് ഓഫ് 5. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്ക് കോയിഫിഷ്യൻറ്റ് തമ്മിൽ ഹരിക്കാൻ 15-നെ 6 കൊണ്ട് പൂർണ്ണമായി പോകില്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ ചെറുതാക്കാൻ പറ്റും അല്ലേ? 15-നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ചെറുതാക്കി എന്താ കിട്ടുക? 15-നും 6-ലും കോമൺ ആയി പോകുന്നത് 3 ആണ് അല്ലേ? നമുക്ക് 3 കൊണ്ട് ഹരിച്ച് നോക്കാം. ചെറുതാക്കുക കേട്ടോ, അല്ലാതെ പൂർണ്ണമായി പോകില്ല. 15-ൽ എത്ര 3 ഉണ്ട്? 5. 6-ൽ എത്ര 3 ഉണ്ട്? 2. അപ്പോൾ 5/2 എന്ന് ഇൻറ്റു ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 13ഉം ഇവിടെ 6 റൂട്ട് ഓഫ് 5 ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. ഹരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർഡർ തുല്യമാക്കണം. അപ്പോൾ ഓർഡർ എങ്ങനെ തുല്യമാക്കൽ? 3-ൻ്റെയും 6-ൻ്റെയും LCM കാണണം. 3-ൻ്റെയും 6-ൻ്റെയും LCM സ്വാഭാവികമായിട്ടും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. നമ്മൾ പണ്ടേ മനസ്സിലാക്കി വെച്ചതാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം അല്ലേ? 3 6 3 പോകും, സോറി 2 പോകുമല്ലേ മുമ്പ് അല്ലേ? 2 പോകും. 3 6-ൽ എത്ര 3 പോകും? 6-ൽ എത്ര 3 പോകും? 3-ൽ 2 പോകും. 6-ൽ 2 3 വട്ടം. ഇനി 3 പോകില്ലേ? 3 പോകും. 3-ൽ 3 ഒരു വട്ടം. അപ്പോൾ 2 × 3 6. LCM സമം 6. LCM 6 കണ്ടെത്തി. ഇനി നമുക്ക് ഈ 3-നെ 6 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെയും 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 6-ന് ഇനി ഒന്നും ചെയ്യേണ്ട, ആദ്യം തന്നെ 6 ആണ്. നമുക്ക് 6-ലാവേണ്ടത്, ഇവിടെ ആദ്യം തന്നെ 6 ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് മേലത്തൊന്നും കൂടി മാറ്റി ചെയ്താൽ 3 × 2 6. 6 റൂട്ട് ഓഫ് 13/2. 13-ൻ്റെ സ്ക്വയർ എത്ര? 169 ബൈ അടിയിൽ ഞാൻ തന്നെ ഉള്ളൂ 6 റൂട്ട് ഓഫ് 5 അല്ലേ? 169-നെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയും? നമുക്ക് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതി വിടാം? 5/2 6 റൂട്ട് ഓഫ് 169/5 അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ ഹരിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് a/b. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫൈനൽ ആൻസർ 5/2 ഇൻറ്റു 6 റൂട്ട് ഓഫ് 169/5. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തുന്നത്. വളരെ സിമ്പിളായി നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്നത്തെ അവസാന ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ 2 സ്ക്വയർ റൂട്ട് ഓഫ് 50 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 32 ഇൻറ്റു 2 സ്ക്വയർ റൂട്ട് ഓഫ് 72. ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിന് സിംപ്ലിഫൈ ചെയ്യും വേണം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറാഷണൽ ഫാക്ടറിനെ ഇവിടെ 50 എന്നൊക്കെ ഉള്ളത്, അപ്പോൾ പുറത്ത് കിടാനൊക്കെ ഉണ്ടാവും 32 അല്ലേ? ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടാണ്ടാവും ഇവിടെ 72. പുറത്ത് കിടാണ്ടോ? അങ്ങനെ പുറത്ത് കിടാണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കിടുക, എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം ആ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം
2 സ്ക്വയർ റൂട്ട് ഓഫ് 50 എന്ന് പറഞ്ഞാൽ ഇതിന് പ്രൈം ഫാക്ടറി ഓരോ നമുക്ക് ചെക്ക് ചെയ്യട്ടെ. പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ സ്ക്വയർ റൂട്ട് ഓഫ് 50 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? 2 × 5 × 5 ആണ്. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായി കിട്ടും അല്ലേ? 2 × 5 × 5 എന്നാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിന് 2 5 ഇവിടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ സ്ക്വയർ റൂട്ടിലെ കാണാനുള്ളത് സ്ക്വയർ റൂട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഒരു 5 നമുക്ക് പുറത്ത് കിട്ടാൻ എന്തായി? 2 × 5 അല്ലേ? ഒരു 5 പുറത്തേക്ക് വന്നു. 2 × 5 ഇനി ബാക്കി ആരാ ഉള്ളിലുള്ളത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് മാത്രമേ ഉള്ളിലുണ്ടാവുള്ളൂ. ഇതൊന്നുകൂടി നമുക്ക് ചെറുതാക്കി പറഞ്ഞാൽ എന്തായി? 10 സ്ക്വയർ റൂട്ട് ഓഫ് 2 അല്ലേ? നമുക്കതിനെ അങ്ങനെ എഴുതാൻ പറ്റും. ഇനി അടുത്ത സംഖ്യ സ്ക്വയർ റൂട്ട് ഓഫ് 32. ഇത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ 32 എന്നതിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ എന്താ നമുക്ക് കിട്ടുക? 2 × 2 × 2 × 2 × 2. അതായത് നമുക്ക് ഓരോന്നിന് പകരം ഈ 2 പകരം ഒരു 2 പുറത്തേക്ക് ഇടാം, ഈ 2 പകരം ഒരു 2 പുറത്തേക്ക് ഇടാം. അപ്പോൾ എത്ര 2 പുറത്തേക്ക് വന്നു? 2 × 2 അല്ലേ? 2 വന്നു. 2 × 2 ബാക്കി ഉള്ളിൽ ആരാൾ? സ്ക്വയർ റൂട്ട് ഓഫ് 2 സമം 2 × 2 4 4 സ്ക്വയർ റൂട്ട് ഓഫ് 2. അതും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാരാ? 2 സ്ക്വയർ റൂട്ട് ഓഫ് 72. അവിടെ നമുക്ക് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 72 എന്നതിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 72ന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നോക്കുക. 2 36 2 18 2 9 3 3 അല്ലേ? നമുക്ക് ആരൊക്കെ ചെയ്ത് നോക്കി? ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ 2 × 2 × 2 × 3 × 3 സ്ക്വയർ റൂട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരേപോലത്തെ 2 സംഖ്യ വന്നാൽ അപ്പോൾ ഒരു 2 നമുക്ക് പുറത്തേക്ക് ഇടാം, 2 3 ഉണ്ട്, ഒരു 3 പുറത്തേക്ക് ഇടാം. അപ്പോൾ എന്തായി ഉള്ളിൽ? ഫസ്റ്റ് നമുക്ക് 2 കോയിഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ആദ്യം എഴുതി, പിന്നെ ഒരു 2 ഇവിടുന്ന് പുറത്തേക്ക് ഇട്ടു, ഇൻറ്റു ഇവിടുന്ന് ഒരു 3 പുറത്തേക്ക് എടുത്തു, ബാക്കി ഉള്ളിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2. അതായത് ഇതൊന്നും കൂടി ശരിയാക്കിയാൽ 2 × 2 4 4 × 3 12 12 സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നായി അല്ലേ? 12 സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇനി നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ആൻസർ ഓരോ നമുക്ക് കൊണ്ടുവരാം. 10 സ്ക്വയർ റൂട്ട് ഓഫ് 2 × 4 സ്ക്വയർ റൂട്ട് ഓഫ് 2 × 12 സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇനി നമ്മളെങ്ങനെ ഗുണിക്കുക? നേരത്തെ ചെയ്തതുപോലെ ന്യൂമറിക്കൽ കോയിഫിഷ്യനുകൾ തമ്മിൽ അല്ലെങ്കിൽ റാഷണൽ ഫാക്ടറുകൾ തമ്മിൽ ഗുണിക്കുക, പിന്നെ റാഷണൽ ഫാക്ടറുകളും ഗുണിക്കുക. 10 × 4 × 12 × സ്ക്വയർ റൂട്ട് ഓഫ് 2. ഓരോന്നിനും സ്ക്വയർ റൂട്ട് ഓഫ് 2 ചെയ്യാണ്ടിട്ട് അത് ഗുണിക്കാനാണ്, കൂട്ടാനല്ല. കൂട്ടാനാകുമ്പോൾ നമുക്കാണ് നേരെ ഇട്ടാൽ മതി. ഇത് ഗുണിക്കാനാകുമ്പോൾ ഓരോന്നിനും ഗുണിക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 2. ആൻസർ എന്താ വരിക? 10 × 4 40 അല്ലേ? 40 × 12 400 480 അല്ലേ? 480 എന്ന് കിട്ടും ഇവിടെ. ഇത് 480 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 കുടിച്ചാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2 ആൻസർ കിട്ടൂലേ അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നാണ് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 കുടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതിന് ആൻസർ നമുക്ക് 2 എന്ന് കണ്ടെത്താം. പിന്നെ ബാക്കി ഞാനാൾ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ അതിന് ആൻസർ 480 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 സമം 900. 450 × 2 960 സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ, 960 സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ചർച്ച ചെയ്യാനുള്ളൂ. എങ്ങനെയാണ് സൈഡുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, ഡിവിഷൻ നടത്തുക. നമ്മൾ പറഞ്ഞു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 sides can be multiplied or divided if they are of the same order. അതായത് 2 സൈഡുകൾ തമ്മിൽ നമുക്ക് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ? ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. ആ സൈഡുകളുടെ ഓർഡർ എന്താവണം? തുല്യമായിരിക്കണം. തുല്യമല്ലെങ്കിൽ എങ്ങനെ തുല്യമാക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.